ഹലോ ഗേൾസ്, ഞാൻ സാറാണ്. അപ്പോൾ നാളെ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പറയാൻ വേണ്ടി ഇപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങളിത് കറക്റ്റ് നോക്കിയിട്ടേ പോകാവൂ. ആദ്യം നമുക്ക് 5ാമത്തെ ചാപ്റ്ററാണ്. പല സ്കൂളിലും 5ാം ചാപ്റ്റർ എടുത്തോന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ചോദ്യ പേപ്പറിൽ ചിലപ്പം ചോദ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ. ബാക്കി ചാപ്റ്റേഴ്സിൽ നമ്മൾ പോകുന്നുണ്ട്. നിർബന്ധമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണാം. ആദ്യ ചോദ്യം ഇതാണ്: വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് റെഡ്യൂസ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18? ഏത് അമെൻമെന്റ് ആണ് നമ്മുടെ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്നും 18 വയസ്സാക്കി കുറച്ചത്? എത്രടാ? എപ്പോഴും നോട്ട് ചെയ്ത് 89ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. 89ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. അടുത്ത നോക്കി നിങ്ങൾ. അടുത്തത് അറേഞ്ച് ദ കോളം ബിയും എയും. നമുക്ക് ഇവിടെ ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് നമുക്ക് കാണാം അല്ലേ. അതിൽ വൈകുണ്ഠ സ്വാമികളുണ്ട്, പൊയ്കൽ യോഹന്നാനുണ്ട്, പണ്ഡിറ്റ് KP കറുപ്പുണ്ട്, വാഗ്ബടാനന്ദനുണ്ട്. ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നാളെ കാണാൻ വേണ്ടി സാധിക്കും. ആരുമായി ബന്ധപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹ്യ പരിഷ്കർത്താക്കളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണാൻ കഴിയും. അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ? വൈകുണ്ഠ സ്വാമികളുണ്ട്. വൈകുണ്ഠ സ്വാമികൾ എന്താ കൊണ്ടുവന്ന്? അതിൽ വാഗ്ബടാനന്ദൻ, പണ്ഡിറ്റ് KP കറുപ്പ് അല്ലേ. KP കറുപ്പിനാണ് ആര്യ സമാജം കൊണ്ടുവന്നു. അതുപോലെ വൈകുണ്ഠ സ്വാമികൾ എന്ത് കൊണ്ടുവന്നു? പിന്നെ പൊയ്കൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കൊണ്ടുവന്നു. വാഗ്ബടാനന്ദനുടെ ആത്മവിദ്യാ സംഘം കൊണ്ടുവന്നു. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം കൊണ്ടുവന്നു. കഴിഞ്ഞ പരിപാടി ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. വിച്ച് വാസ് ദ കമ്മിറ്റി അപ്പോയിന്റ് ബൈ സെൻട്രൽ ഗവൺമെന്റ് 1966 സബ്മിറ്റ് റെക്കമെൻഡേഷൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ എലൂസ് ചെയ്ത ഇമ്പോർട്ടൻസ്? ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ കൂടി ഉണ്ട് അല്ലേ. മൗലിക അവകാശങ്ങൾ പോലെ നമുക്ക് മൗലിക കടമകളുണ്ട്. ആ മൗലിക കടമകൾ കൊണ്ടുവന്ന ആരാ? അതാണ് സ്വരൻ സിംഗ് കമ്മിറ്റി. പഠിച്ചു വെക്കണേ, ഈ പേര് പഠിച്ചു വെക്കണേ. സ്വരൻ സിംഗ് കമ്മിറ്റിന്റെ പേര് പഠിച്ചു വെക്കണേ. സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് 1976 എന്ത് കൊണ്ടുവന്നത്? നമ്മൾ പറഞ്ഞ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ, ഓരോ പൗരനും പാലിച്ചിരിക്കേണ്ട മൗലിക കടമകളെ പറ്റി കൊണ്ടുവന്നത്. അതെവിടെയാ? ഭരണഘടനയുടെ പാർട്ട് 4A എന്ത് പരാമർശിക്കുന്നത്? ഈ മൗലിക കടമകളെ പറ്റി പരാമർശിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. റെഡി. ഇനി വാട്ട് വേർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തണം എന്ന ചർച്ച നമുക്ക് എവിടുന്ന വന്ന്? നമുക്കറിയാം, പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും മൗലിക അവകാശങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ട് അല്ലേ പലപ്പോഴും എന്താണ് ഡിനയൽ ഓഫ് റൈറ്റ്സ് എക്സ്ക്ലൂഡിംഗ് കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമുക്ക് ലഭിക്കാതെ പോയ അവകാശങ്ങളുണ്ട്, ഒരുപാട് അവകാശങ്ങളല്ലേ. ആ അവകാശങ്ങളൊക്കെ നമ്മുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭ്യമാണമെന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. ആൻഡ് എക്സിസ്റ്റിംഗ് ദ കണ്ടീഷൻ ഇൻ ദ വേൾഡ്, ലോകത്ത് നിലവിലുള്ള സാഹചര്യങ്ങൾ, അത് മറ്റു പ്രദേശത്തെ ആളുകളൊക്കെ കൃത്യമായി എന്ത് ചെയ്യുന്നു, അവിടുത്തെ ജനങ്ങൾക്ക് ഇത്തരം അവകാശങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതും എന്ത് ചെയ്തു, ഇതിന്റെ ഭാഗമായിരുന്നു. ഇനി വാട്ട് വേർ ദ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻക്ലൂഡ് അല്ലേ. മൗലിക അവകാശം എന്നാൽ എന്ത്? ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മക്കളെ, മൗലിക അവകാശങ്ങൾ എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമുക്കറിയാം, പാർട്ട് 3 മൗലിക അവകാശം ഉൾപ്പെടുത്തിയത്. മൗലിക അവകാശം പാർട്ട് 3 ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ മൗലിക അവകാശത്തിനെ എന്ത് വിളിച്ചത്? അദ്ദേഹം ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ച് പഠിച്ചു കേട്ടോ. നോക്കൂ, ഇനി എന്താണ് റൈറ്റ് ഷോർട്ട് ഡൗൺ ഓൺ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 അല്ലേ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 2009 നിയമം കൊണ്ടുവരുന്നത്. 2002 ആർട്ടിക്കിൾ 21A പ്രകാരം 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം വിദ്യാഭ്യാസം എന്താക്കി മാറ്റാണ്? നമ്മുടെ മൗലിക അവകാശമാക്കി മാറ്റി. ഈ 2009 പാർലമെന്റ് ആക്ട് പാസ് എഡ്യൂക്കേഷൻ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു നോക്കുക. 2009 വിദ്യാഭ്യാസം നിയമമായി വരുന്നത്. 2002 എന്ത് ചെയ്തിട്ടുണ്ട്? അത് മൗലിക അവകാശമായി മാറിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, അടുത്ത കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിന്റെ പ്രത്യേകത മൗലിക അവകാശം മറ്റെല്ലാ അവകാശവും നമുക്ക് ബാക്കി വരുന്ന എല്ലാ മൗലിക അവകാശങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ പിന്നെ എന്താണ് 32 പറയുന്ന റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. അതായത് നമ്മൾ മുൻ പറഞ്ഞ ഏതെങ്കിലും മൗലിക അവകാശം നമുക്ക് ലഭ്യമായിട്ട് നമുക്ക് എവിടെ പോകാം? കോടതിയെ സമീപിക്കാം എന്നാണ് ആര് പറയുന്നത്? ഇവിടെ പറയുന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ് ദാറ്റ് മെൻഷൻ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്ന മൗലിക അവകാശങ്ങളെ ചുരുക്കി വരിക. ഈ 5 മൗലിക അവകാശങ്ങൾ പഠിച്ചു വെക്കാം. ഒന്നാമത് ഏതാ? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് അഗൈൻ എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. ഈ 5 പഠിച്ചു വെച്ചാൽ തന്നെ എത്ര മാർക്ക് കിട്ടിയടാ? 4 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടി. ഇനി ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ പോവാണെങ്കിലോ, നോക്കൂ, ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ ഈ റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ദ ഓർഗനൈസേഷൻ. താഴെ കൊടുത്ത് അവിടെ താഴെ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ സവിശേഷത കൊടുക്കുന്നത്. ആ ഓർഗനൈസേഷൻ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. നോക്ക് നിങ്ങൾ, സെൽഫ് ഗവൺമെന്റ് ഈസ് മെയിൻ എയിം ഓഫ് ദിസ് ഓർഗനൈസേഷൻ. എന്താണ്? സ്വയം ഭരണം നടത്തലാണ് ഈ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആനി ബസന്റ് ആൻഡ് ബാലഗംഗാധര തിലക് വാസ് മെയിൻ ലീഡേഴ്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ. ഏതൊക്കെയാണത്? സ്വയം ഭരണമായിരുന്നു അവിടെ ലക്ഷ്യം. ആനി ബസന്റും ബാലഗംഗാധര തിലകായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ആരാ? അതാണ് മക്കളെ ഹോം റൂൾ ലീഗ്. ഏതാ മക്കളെ? ഹോം റൂൾ ലീഗ് എന്നാണ് പറയുക. ഹോം റൂൾ ലീഗ്. ഓക്കെ. ഇനി
അടുത്ത നോക്കി നിങ്ങൾ പ്രിപ്പയർ എ ഷോർട്ട് ഡിസ്കസ് ദ റോൾ ഓഫ് പ്രസ് ഡെവലപ്പിംഗ് നാഷണലിസം. പത്രം ദേശീയത വളർത്തുന്നതിൽ പത്രങ്ങളുടെ പങ്ക് എന്ത്? നമുക്കറിയാം പത്രങ്ങൾ ഇന്നത്തെ പോലെ പരസ്യങ്ങൾ കൊടുക്കാനായിരുന്നില്ല ആ കാലത്ത് പത്രപ്രവർത്തനം അല്ലേ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ, ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ, ബ്രിട്ടീഷുകാരുടെ ക്രൂരത അത് കറക്റ്റായി ജനങ്ങളിലേക്ക് എത്തിക്കലായിരുന്നു പത്രങ്ങളുടെ ചുമതല. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നായിരുന്നു പത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലേ. ദ സോഷ്യൽ റിഫോമർ രാജാറാം മോഹൻ റായ് ദ പോയിന്റ് ഓഫ് ജേർണലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജേർണലിസം തുടങ്ങി കുറിച്ച ആളാരാ? ഈ പറയുന്ന രാജാറാം മോഹൻ റായ് ആണ് അല്ലേ. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുക, പ്രതികരിക്കുക, ചൂഷണങ്ങൾക്കെതിരായ വിമർശനാത്മക മനോഭാവത്തെ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെ പത്രങ്ങൾ കഴിഞ്ഞില്ലേ. അന്നത്തെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെയാ ചോദിച്ചാൽ അമൃത് ബസാർ പത്രികയുണ്ട്, ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, മാതൃഭൂമി, അൽ അമീൻ അല്ലെ. മാതൃഭൂമി, അൽ അമീൻ ഒക്കെ മലയാളം പത്രങ്ങളാണ്. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയും ദ ഹിന്ദുവും ഇംഗ്ലീഷ് പത്രങ്ങളാണ്. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിൽ രചിക്കപ്പെട്ട പത്രങ്ങളാണ്. ഇത് എന്ത് ചെയ്യുമെന്ന് പഠിച്ചൊക്കെ മാസ്റ്റർ ഫോളോയിങ്ങിനെ വൺ വേർഡ് ആയിട്ട് എന്ത് ചെയ്യാം, ചോദിച്ചേക്കാം. റെഡി. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദികളുടെ പ്രവർത്തന രീതിയിലെ തീവ്രവാദികളുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒരു 4 മാർക്കിന്റെ ചോദ്യം നമുക്ക് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ദ മോഡറേറ്റ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റും. നിർബന്ധമായും പഠിച്ചു പോയിക്കോ, നാളത്തെ പേപ്പറിൽ ചിലപ്പോൾ അത് കാണാം. ഓക്കെ, ഏതൊക്കെ മക്കളെ? പ്രധാനമായും ദ ഏർലി ലീഡർഷിപ്പ് വാസ് നോട്ട് റെഡി ഫോർ ഓപ്പൺ സ്ട്രഗിൾ എഗെയിൻ ദ ബ്രിട്ടീഷ്. അല്ലെ, നമുക്കറിയാം ഈ പറഞ്ഞ ആദ്യത്തെ നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കൾ ഒരിക്കലും ഇവരോട് ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായത് അല്ലേ. അതിന് പ്രധാനികളാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാബായ് നവറോജി. ഇവരെ നമ്മൾ വിളിച്ചത് വളരെ സമാധാനത്തിൽ ബ്രിട്ടീഷുകാരുമായി സമരം ചെയ്യുന്ന, നയപരമായ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകൾ വിളിച്ചവരാണെന്ത്? പിന്നെ മോഡറേറ്റ്സ് അഥവാ മിതവാദികൾ അല്ലെ. ആരോ എക്സ്ട്രീമിസ്റ്റ് പറഞ്ഞാൽ ആൻഡ് ഗ്രൂപ്പ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഈ വളരെ സമാധാനത്തിൽ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്താൽ ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? വാളാണെങ്കിൽ വാള്, തോക്കാണെങ്കിൽ തോക്ക്, അക്രമാണെങ്കിൽ അക്രമം, അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നവരാണ് എന്താ? ഈ പറയുന്ന പിന്നെ എക്സ്ട്രീമിസ്റ്റുകൾ നമ്മൾ അവർ വിളിക്കുക. ആരൊക്കെ അതിൽ? ബാലഗംഗാധരത്തിലേക്ക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായൊക്കെ അതിൽ വരുന്ന ആളുകളാണ്. പഠിച്ചു. അപ്പോൾ ഇതാണ് എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റും തമ്മിലുള്ള വ്യത്യാസം. നോട്ട് ചെയ്തു കേട്ടോ. എന്നാൽ നമുക്കറിയാം 1907 സൂറത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിയുക. അപ്പോൾ 1907 നോട്ട് ചെയ്ത് വെക്കുക. സൂറത്ത് സമ്മേളനം നോട്ട് ചെയ്ത് വെക്കുക. അവിടെ വെച്ചാണ് കോൺഗ്രസ് പാർട്ടി പിരിയുന്നത് അല്ലെ, രണ്ടായി തിരിയാണ് അല്ലെ. സമ്മേളനം പോലും തുടരാൻ കഴിയാതായി. ഈ സംഭവത്തിൽ കോൺഗ്രസിന് പിളർപ്പിന് കാരണം. അങ്ങനെയാണ് കോൺഗ്രസ് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നത്? പിളരുന്നത്. ഈ മിതവാദികൾ തീവ്രവാദികൾ ഇങ്ങനെ കോൺഗ്രസ് പിളരാണ്. ഒരു വൺ വേർഡോ മാസ്റ്റർ ഫോളോയും ചോദിച്ചേക്കാം. സൂറത്ത് സമ്മേളനം നടക്കുന്നത് 1907 ആണ്. 1907 സൂറത്ത് സമ്മേളനം നടക്കുന്നത്. വർഷം പഠിച്ചു വെക്കുക. റെഡി. ഇനി ദ മിൻറ്റോ മോർലി റിഫോം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ബ്രിട്ടീഷ് പോളിസി ഡിവൈഡ് ആൻഡ് റൂൾ. മിൻറ്റോ മോർലി റിഫോംസ്, മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂളിന് എക്സാം. എന്താ മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ? അതായത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും അനുവദിക്കുമെന്ന ആവശ്യം അംഗീകരിക്കാൻ മിൻറ്റോ മോർലി അല്ലെ. ഒരു വിഭജനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ആ ഒരു സംഭവത്തെ നോക്കിക്കണ്ട് അതിനെ വിളിക്കുന്നവരാണ് എന്താ? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. 1909 എന്ത് ചെയ്യുന്നത്? ആ റിഫോം കൊണ്ടുവരുന്നത്. ഇനി ഇവാലുവേറ്റ് ദ ഹൗ മച്ച് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹാഡ് ഹെൽപ് ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണൽ അമംഗ് ഇന്ത്യ. ഇന്ത്യക്കാരിൽ ദേശീയ വളർത്താൻ പാശ്ചാത്യ വിദ്യാഭ്യാസം എത്രത്തോളം സഹായകമായി? ദേശീയത വളർത്താൻ എന്താ പാശ്ചാത്യ വിദ്യാഭ്യാസം എങ്ങനെയാണ് നമ്മളെ സഹായിച്ചത്? ബ്രിട്ടീഷുകാർ എന്തിനാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന്? ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി ചെയ്യാനും ബ്രിട്ടീഷുകാർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്. പക്ഷെ നമ്മളെ ഇന്ത്യക്കാരെ ആളുകൾ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നേടിയ ആളുകൾ എന്തെല്ലാം മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായത്? ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബിക്കം ദ കോൺഷ്യസ് ഓഫ് ഡെമോക്രസി, ഫ്രീഡം, ഇഗാലിറ്റേറിയനിസം, ഈക്വൽ ജസ്റ്റിസ്, സയന്റിഫിക് ടെമ്പർ ആൻഡ് ദ സിവിൽ റൈറ്റ്. അതിലൂടെ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് പോരാടാൻ അവർ റെഡിയാവാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ അവർക്ക് മനസ്സിലായി. പരസ്പരം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് ആയി ഭാഷയുടെ അവർ എന്തിനു മാറ്റി? ഇംഗ്ലീഷ് ഭാഷ അവർ മാറ്റി. പഠിച്ചു പോകും. ഓക്കെ. ഇനി ഇന്ത്യയുടെ സാമൂഹ്യ പരിഷ്കാര രംഗത്ത് രാജാറാം മോഹൻ റായ് പണ്ഡിത രാമായണന്റെ സംഭാവന വിവരിക്കും. മക്കളെ, രാജാറാം മോഹൻ റായുടെ റിഫോംസ് നാളത്തെ ചോദ്യ പേപ്പറിൽ 100% പ്രതീക്ഷിക്കാം. രാജാറാം മോഹൻ റായുടെ ഭരണപരിഷ്കാരങ്ങൾ, അദ്ദേഹത്തിന്റെ റിഫോംസ്, അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ, രാജാറാം മോഹൻ റായ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ നാളത്തെ ചോദ്യ പേപ്പറിൽ 100% നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പഠിച്ചു വെച്ചോ. ഒന്നാമത്തേതാ, ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി നിർത്തലാക്കി. ആൻഡ് സ്റ്റാർട്ടഡ് മെനി സ്കൂൾ ഇമ്പാക്ട് മോഡേൺ എഡ്യൂക്കേഷൻ. ആധുനിക വിദ്യാഭ്യാസം നൽകുന്ന നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. സ്റ്റാർട്ടഡ് സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് കോൾ ബ്രഹ്മസമാജം രൂപീകരിച്ചു അല്ലേ. അപ്പോൾ പോലെ 6 പോയിന്റുകൾ പഠിച്ചു വെച്ചേ പറ്റൂ. എക്സാമിന് എന്തേ നാളെ ചോദിക്കും. ഇത് വെറുതെ മിസ് ചെയ്യരുത്, പഠിച്ചു വെക്കുക. റെഡി. ഇനി ലക്നോ മീറ്റിംഗിന്റെ പ്രാധാന്യം എന്ത്? ലക്നോ മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി മിതവാദികൾ തീവ്രവാദികൾ ഡിവൈഡ് ചെയ്യുക അല്ലെ. എന്നാൽ അവർ വീണ്ടും റീജോയിൻ ചെയ്യുന്ന 1916 ലക്നോ മീറ്റിംഗിലാണ്. 1916 ലക്നോ മീറ്റിംഗിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? റീജോയിൻ ചെയ്യുന്നത്. മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കണമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും
ഈ മീറ്റിംഗിൽ വെച്ച് തീരുമാനമെടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഒന്നുകൂടി ശക്തി ആർജിച്ച് മുന്നോട്ട് പോവുകയാണ്. ഏത് മീറ്റിംഗിൽ? ലക്നോ മീറ്റിംഗിൽ മക്കളെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിർബന്ധമായി എൻ്റെ മക്കൾ പഠിച്ചിട്ട് നാളെ പരീക്ഷയ്ക്ക് പോകാവൂ. നമ്മുടെ ആദ്യമായി ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും നിഹാൽ സാർ പറയുന്നതാണ്, ഈ വർഷം ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് നിങ്ങൾ അക്കാഡമിക്സ് ഉയർത്താൻ ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിനെ പറ്റി അറിയാം, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താഴെ കാണാം, നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഈ വർഷം ഈ സമയത്ത് ഫ്രീ ആണ്. നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിലോ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് നമ്മുടെ റേസ് ഫൗണ്ടേഷൻ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ നിങ്ങളുടെ പേരും യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്താൽ ഫ്രീ ആയിട്ട് നമ്മൾ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.